ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നൊരു ഹാങ്ങിങ് റോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഹാങ്ങിങ് റോപ്പ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് മനോഹരമായി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു റൗണ്ട് റിങ്, ഇതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. റൗണ്ട് റിങ്ങും ഒരു 4 മുത്തുകളും പിന്നെ പ്ലാസ്റ്റിക് റോപ്പ് ഏകദേശം 4 വേണം. അത് ഒന്നിൻ്റെ നീളം 3.10 മീറ്ററാണ്. 3.10 മീറ്റർ. 3.4 മീറ്റർ. അതിൻ്റെ 4 റോപ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റിങ് ചരടിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരണം. ആ രീതിയിൽ ചരട് റിങ്ങിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറ്റി കറക്റ്റ് സെൻറ്റർ ഭാഗം പിടിച്ചു വയ്ക്കണം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയൊരു പ്ലാസ്റ്റിക് കയറും കൂടിയാണ്. അതൊരു 1/2 മീറ്റർ നീളത്തിന് എടുത്താൽ മതി. ഒരു കറക്റ്റ് 1/2 മീറ്റർ നീളത്തിന് ഒരു പ്ലാസ്റ്റിക് ചരടും കൂടെ എടുത്തേക്കണം. എന്തെന്ന് പറഞ്ഞാൽ മേലെ ഒരു കെട്ടിടാനാണ്. അപ്പം അതെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് വീഡിയോ നോക്കിയാൽ മതി. അപ്പം ആരും ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കരുത്. എന്തായാലും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണും കണക്ക് തന്നെ ചരട് മേൽഭാഗം റൗണ്ടിന് ചുറ്റിയെടുത്ത്, നിങ്ങൾക്ക് എത്ര നീളം വേണോ എടുക്കാം. ഇപ്പം 1/2 മീറ്റർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ നീളം വേണമെങ്കിൽ അത് കൂടുതൽ നീളം ആക്കാം. അപ്പം അത് കറക്റ്റ് റൗണ്ടിന് ചുറ്റിയിട്ട് നമ്മൾ അടിയിൽ പിടിച്ചിരിക്കുന്ന ആ ചരടിനകത്തൂടെ ഒരു ചരടിൻ്റെ ഒരു എൻഡ് കയറ്റിയിട്ട് മേലത്തെ എൻഡ് നല്ല വലിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ആ കെട്ടകത്ത് പോകും. എന്നിട്ട് ആ 2 തലയും ബ്ലേഡോ കത്തിരിയോ ഉപയോഗിച്ച് നല്ലവണ്ണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കെട്ടിട്ടതിന് ശേഷം അടുത്ത് ഞാൻ നമ്മുടെ ചരടിൽ നിന്ന് 2 ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചരടിൽ നിന്ന് ഇടത്തെ സൈഡിലെ ചരട് ആദ്യം മടക്കി, നമ്മളെ വീഡിയോയിൽ കാണും കണക്ക് മടക്കി അകത്തോട്ട് വെച്ചിട്ട് ഇടത്തെ സൈഡിൽ, എന്നിട്ട് വലത്തെ സൈഡിലെ ചരട് ശകലം മടക്കി വെച്ചിരിക്കുന്ന ചരടിനകത്തോടെ കയറ്റിയിട്ട് നമ്മൾ ആദ്യം പിടിച്ച് വെച്ചിട്ട് ചരട് വലിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അകത്തൂടെ കയറ്റുന്ന ചരടിൻ്റെ അടിഭാഗത്തുള്ള ചരടാണ് വലിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത് ഇതിനകത്തൂടെ കയറ്റേണ്ടതും ടൈറ്റ് ചെയ്ത ചരടാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന ചരട് ആണ് എപ്പോഴും നമ്മുടെ ചരടിൻ്റെ അകത്തൂടെ കയറ്റി വിടേണ്ടത്. അപ്പം ഒരു ചരട് അകത്തൂടെ കയറ്റി മറ്റേ ചരട് ടൈറ്റ് ചെയ്തിട്ട് ആ ടൈറ്റ് ചെയ്യുന്ന ഏത് ചരടാണോ അതാണ് വീണ്ടും ഇതിനകത്തൂടെ കയറ്റി അടിയിലത്തെ ചരട് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾ പരമാവധി ഈ അകത്തൂടെ കയറ്റി വിടാൻ ശ്രമിക്കുന്നത് ഇടത്തെ വാക്കിന് കയറ്റി വിടാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ആ റൗണ്ട്
ചരടിൻ്റെ റൗണ്ടൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടത്തുള്ളൂ. അപ്പോൾ വലത്തെ സൈഡിൽ കൂടെ ചരട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചരട് ചരിഞ്ഞു പോകും. അപ്പോൾ മറ്റേത് ഇടത്തെ സൈഡിലൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിന് നമുക്ക് റൗണ്ട് കറക്റ്റ് ഷേപ്പിന് കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടെ ഒരു ഭാഗം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിലുള്ള ഒരു ചരട് മടക്കി ആദ്യം വെച്ചിട്ട് വലത്തെ സൈഡിലുള്ള ഒരു ചരട് അതിനകത്തൂടെ മടക്കി വെച്ചിരിക്കുന്നതിനകത്തൂടെ കയറ്റിയിട്ട് അടിയിലത്തെ ചരട് വലിച്ച് ടൈറ്റ് ചെയ്യണം. ഇനി ആ വലിച്ച ചരട് തന്നെ അകത്തൂടെ കയറ്റി അടിയിലത്തെ ചരട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ മാറിയും തിരിഞ്ഞും കയറ്റി പിന്നെ ഏത് ചരടാണോ കയറ്റി വിട്ടത് അതിൻ്റെ അടിയിലുള്ള ചരട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റത്തെ 2 ചരട് വന്നിട്ടുണ്ട്. ആ 2 ചരടിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള ചരട് മടക്കി അകത്തോട്ട് വെച്ചിട്ട് വലത്തെ സൈഡിലെ ചരട് അകത്തൂടെ കയറ്റി നമ്മൾ ഫസ്റ്റിലെ മടക്കി വെച്ചിരിക്കുന്ന ചരട് വലിച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ വലിച്ച ചരടാണ് അടുത്ത് വീണ്ടും നമ്മുടെ മടക്കി വെച്ചിരിക്കുന്ന ചരടിനകത്തൂടെ കയറ്റേണ്ടത്. അപ്പോഴെന്തായാലും ചരട് കോർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ഈ ഒരു വീഡിയോ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അന്ന് മ്യൂസിക് കൂടിപ്പോയത് കൊണ്ട് സൗണ്ട് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് കമൻ്റ് അയച്ച് ഒരുപാട് പേര് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ആ 4 ചരട് 8 ചരട് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് അതിൻ്റെ ഫസ്റ്റ് നമുക്ക് കെട്ടിടാനായിട്ട് നമ്മുടെ റൗണ്ട് കെട്ടിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് 12 ഇഞ്ചിന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ മാലമുത്ത് അതിലോട്ട് കോർത്തെടുക്കുക. ഈ മാലമുത്ത് കോർത്തെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാലമുത്ത് കോർത്തെടുക്കേണ്ട ചരട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ അടുത്ത് റൗണ്ടിൽ കൂടെ ടൈറ്റ് ചെയ്യാൻ ഏത് ചരടാണോ കയറ്റുന്നത് അതിലാണ് കയറ്റിയിട്ട് മറ്റേ ഹോളുള്ള ചരട് വലിച്ച് ടൈറ്റ് കെട്ടിടണം. ഇപ്പം 4 ചരടും മുത്തുകളും കോർത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫസ്റ്റ് താഴത്തെ ലൈനിലുള്ള ഫസ്റ്റ് കെട്ടിടാം. അപ്പോൾ അതിനുവേണ്ടി സെൻറ്ററിൽ 2 നമ്മൾ കോർത്ത ചരടിൻ്റെ 2 ചരടുകൾ അടുത്തടുത്തുള്ള 2 ചരടുകൾ ഒരു 5 ഇഞ്ച് നീളത്തിന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കെട്ടിടണം ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തെ ചരടും അതേ 5 ഇഞ്ച് നീളത്തിന്, മുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് നീളത്തിന് അവിടെ ഒരു കെട്ടിടണം. അത് കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്തതും അതേ നീളത്തിന് തന്നെ 5 ഇഞ്ച് നീളത്തിന് മുത്തിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് നീളത്തിന് കെട്ടിട്ടിട്ട് നമ്മുടെ ലാസ്റ്റ് വെളിയിൽ വരുന്ന 2 ഭാഗങ്ങളും അപ്പുറം ഇപ്പുറമുള്ള 2 ചരടുകളും ഇതേ നീളത്തിന് തന്നെ അവിടെ ഒരു കെട്ടിടുക.
ഇനി അതെല്ലാം പിടിച്ച് കറക്റ്റ് നീളത്തിന് വെച്ചിട്ട് അടിയിലത്തെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് കെട്ട്. അപ്പം അത് നിങ്ങൾക്ക് എത്ര നീളം വേണോ എവിടം വേണോ എവിടം വരെ വേണോ കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഒരു ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററിന് അല്ല 5 ഇഞ്ചിനാണ് ഞാൻ മാർക്ക് ചെയ്ത് അവിടെ ഒരു കെട്ടിട്ടത്. എന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് ചൂടാക്കി പിന്നെ ഉരുക്കി ആ എൻ്റെല്ലാം പിന്നെ ഇരിക്കുന്നതെല്ലാം നേരെയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.